ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അദ്വൈതാനന്ദ ചിന്മാത്ര ജ്യോതിർനാരായണാത്മകം ചകാസ്തു ധർമ്മബോധായ നിത്യമവ്യാഹതാത്മനാം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീനാരായണ ധർമ്മം എന്ന കൃതിയാണ് നമ്മൾ മനനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ശ്ലോകം 26 മുതൽ 32 വരെയുള്ള ഭാഗങ്ങളിൽ ധർമ്മം എന്താണെന്ന് വിചാരം ചെയ്യുകയുണ്ടായി. ശിഷ്യന്മാരുടെ ചോദ്യം തന്നെ ഈ കാണപ്പെടുന്ന അനേക വൈരുദ്ധ്യങ്ങളെ എപ്രകാരമാണ് കൂട്ടിച്ചേർക്കേണ്ടത് അഥവാ സമന്വയം ചെയ്യേണ്ടത് എന്നാണ്. അപ്പൊ അതിന് ഉത്തരമായിട്ട് ഗുരുദേവൻ ആദ്യം തന്നെ ഉണർത്തിക്കുകയാണ്, ഈ കാണുന്ന മുഴുവൻ വൈരുദ്ധ്യങ്ങളെയും അലൗകികമായ നമുക്ക് പ്രത്യക്ഷമായിട്ട് അറിയാൻ സാധിക്കാത്ത ഒരു ഈശ്വരീയ നിയമം കൂട്ടിച്ചേർക്കുന്നുണ്ട്. സൂത്രേ മണിഗണ ഇവ. എങ്ങനെയാണോ വൈവിധ്യമാർന്ന മുത്തുകളെ ഒരു നൂല് ഓർത്തിണക്കി മാലയാക്കിയിരിക്കുന്നത്, അതേപോലെ വൈവിധ്യങ്ങളായ എല്ലാ പ്രപഞ്ച പ്രതിഭാസങ്ങളെയും ചേർത്ത് കോർത്തിണക്കിക്കൊണ്ട് പ്രപഞ്ചത്തെ പ്രപഞ്ചമായി നിലനിർത്തുന്നത് ഇവിടെ ആകെ വ്യാപ്തമായിരിക്കുന്ന ഈശ്വരൻ എന്ന് പറയുന്ന ആ നൂലാണ്. അപ്പോൾ വൈരുദ്ധ്യങ്ങളെ ഈശ്വരൻ തന്നെ സമന്വയം ചെയ്യുന്നുണ്ട്. ഇതിനെ നമുക്ക് ധർമ്മത്തിന്റെ ഏറ്റവും ഉയർന്ന ദാർശനികമായ അർത്ഥമായിട്ട് മനസ്സിലാക്കാം. സർവ്വതിനെയും ചേർത്ത് കോർത്ത് നിർത്തി ഒന്നിനെ അതാക്കി നിലനിർത്തുന്നത് സ്വയം ഈശ്വരൻ തന്നെയാണ്. ആ ഈശ്വരനിൽ നിന്നാണ് ഈ കാണപ്പെടുന്ന ദൃശ്യപ്രപഞ്ചം ആവിർഭൂതമായത്. ആ ഈശ്വരൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ് സർവചരാചരങ്ങൾക്കും നിലനിൽപ്പ്, ജീവത്വം ഉണ്ടായത്. ആ ഈശ്വരനിലേക്ക് തന്നെയാണ് എല്ലാം വിലയനം പ്രാപിക്കുന്നത് എന്ന രീതിയിൽ ശ്ലോകം 31 ധർമ്മ നിർവചനം ചെയ്യപ്പെട്ടു. അപ്പൊ 31 പരിശോധിച്ചു കഴിഞ്ഞാൽ ആരാണ് ധർമ്മം എന്ന് ചോദിച്ചാൽ ഈശ്വരൻ തന്നെയാണ് ധർമ്മം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേ തുടർന്ന് ശ്ലോകം 32 നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി പ്രായോഗിക രൂപത്തിൽ ധർമ്മത്തെ നിർവചനം ചെയ്യുകയാണ്. ഇവിടെ ധർമ്മം എന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന വിശേഷ ജ്ഞാനമാണെന്ന് ഗുരുദേവൻ പറയുന്നു. ചരാണാം മാനവാഹ ശ്രേഷ്ഠാഭവന്തി. ചരിക്കുന്നവയിൽ, സഞ്ചരിക്കുന്നവയിൽ, ജീവജാലങ്ങളിൽ മനുഷ്യനാണ് ശ്രേഷ്ഠനായിരിക്കുന്നത്. എന്തുകൊണ്ട്? വിശേഷജ്ഞാന യോഗത. മനുഷ്യന് മാത്രമാണ് വിശേഷജ്ഞാനമുള്ളത്.
എന്താണ് വിശേഷജ്ഞാനം? രണ്ട് കാര്യങ്ങൾ ചേർന്നതിനെയാണ് വിശേഷജ്ഞാനം എന്ന് പറയുന്നത്. ഒന്നാണ് കാര്യകാരണ ബന്ധത്തോടു കൂടി ഒന്നിനെ അനുസന്ധാനം ചെയ്യാൻ കഴിയുക. രണ്ട്, വിവേകം ചെയ്ത് ഓരോന്നിനെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുക. ഈ രണ്ട് കാര്യങ്ങൾ ചേർത്താണ് വിശേഷജ്ഞാന യോഗം എന്ന് പറയുന്നത്. നമ്മുടെ മുമ്പിൽ ഒരു കാര്യത്തെ നാം കണ്ടു അറിഞ്ഞു, അവിടെ മാത്രം നമ്മുടെ ചിന്തയെ പരിമിതപ്പെടുത്താതെ നമ്മുടെ മുമ്പിൽ കണ്ട ആ കാര്യത്തിന്റെ പുറകിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ ആ കാരണത്തെ അനുസന്ധാനം ചെയ്ത് ദർശിക്കാനുള്ള കഴിവ് ഒന്നത്. രണ്ടെന്താണ്? രണ്ട്, വിവേകത്തിലൂടെ. ഈ അധ്യായത്തിലെ രണ്ടാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ ശ്ലോകത്തിൽ ധർമ്മോ വിവിച്യ എന്ന് പറഞ്ഞു. വിവേകം ചെയ്യാൻ ഉള്ള കഴിവ്, അതും വിശേഷജ്ഞാനമാണ്. ഈ ലോകം സത്യവും അസത്യവും കൂടിച്ചേർന്ന് ഇരിക്കുന്നതാണ്. ധർമ്മവും അധർമ്മവും കൂടിച്ചേർന്നിരിക്കുന്നു, ശരിയും തെറ്റും കൂടിച്ചേർന്നിരിക്കുന്നു. ഇങ്ങനെ കൂടിച്ചേർന്നിരിക്കുന്നതിനാൽ നമുക്ക് ഇതിൽ ഏതാണ് സത്യം, ഏതാണ് അസത്യം, ഏതാണ് ധർമ്മം, ഏതാണ് അധർമ്മം എന്ന് വിവേകം ചെയ്തറിയണം. അങ്ങനെ വിവേകം ചെയ്തറിഞ്ഞാൽ മാത്രമേ നമുക്ക് ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കൂ. അപ്പൊ ഇപ്രകാരമുള്ള വിവേകശക്തി ഇതര മനുഷ്യേതരങ്ങളായ ജീവജാലങ്ങൾക്ക് വളരെ തുച്ഛമാണ്. അവർക്ക് വിവേകം ചെയ്യാൻ കഴിയുന്നുണ്ട്. മുമ്പിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇയാൾ തന്റെ ശത്രുവാണോ അല്ലെങ്കിൽ തന്നെ സ്നേഹിക്കുന്ന ഒരാളാണോ എന്ന് ഒരു മൃഗത്തിന് തിരിച്ചറിയാൻ സാധിക്കും. പക്ഷെ ആ തിരിച്ചറിയുന്ന കഴിവ് വളരെ പരിമിതമാണ്. മനുഷ്യനാണ് സത്യാസത്യങ്ങളെ, ധർമാധർമ്മങ്ങളെ വേർതിരിച്ചറിയാൻ കഴിയുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും, കാര്യകാരണ ബന്ധത്തിലൂടെ ഒന്നിന് അനുസന്ധാനം ചെയ്യുക, വിവേകം ചെയ്യുക, ഈ രണ്ട് കാര്യങ്ങളെ നമുക്ക് ചേർത്തിട്ട് വിശേഷജ്ഞാന യോഗം എന്ന് പറയാം. ആ വിശേഷജ്ഞാനം മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്നു. ആ വിശേഷജ്ഞാനത്തെ തന്നെയാണ് പ്രായോഗികമായ അർത്ഥത്തിൽ ധർമ്മബോധം അഥവാ ധർമ്മം എന്ന് പറയുന്നത്. ഈ വിശേഷജ്ഞാനമാകുന്ന ധർമ്മം ഉള്ളത് കൊണ്ടാണ് ഈ കാണുന്ന ലോകം ഇത്രയും ശാന്തമായി സുന്ദരമായിട്ട് മുന്നോട്ട് പോകുന്നത്. മനുഷ്യ സമൂഹം, നമ്മളിൽ നിന്ന് ധർമ്മബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ധർമ്മേണ ഹീന പശുഭി സമാന എന്ന് പറയുന്നു. ധർമ്മത്താൽ ഹീനനായൊരു മനുഷ്യൻ, അവൻ ബാഹ്യമായിട്ട് മനുഷ്യന്റെ രൂപം ഉണ്ടെങ്കിൽ കൂടിയും പശുഭി സമാനം, മൃഗത്തിന് സമാനമാണ്. കാരണം മൃഗത്തിന് വിവേകം ചെയ്യാനുള്ള കഴിവില്ല. വിവേകം ചെയ്യാനുള്ള കഴിവില്ലാത്തതിനാൽ ഒരു മനുഷ്യനും മൃഗത്തിന് സമാനമായിട്ട് തീരും. അപ്പൊ മനുഷ്യന്റെ രൂപം, ഭാവം മാത്രം ഉണ്ടായാൽ പോരാ, ഈ വിശേഷ ജ്ഞാനം കൂടി ഉണ്ടെങ്കിലേ നമ്മുടെ ജീവിതം സാർത്ഥകമായിട്ട് തീരുന്നു. ഇപ്രകാരം ശ്ലോകം 31, 32 ധർമ്മത്തിന്റെ രണ്ട് പ്രകാരത്തിലുള്ള നിർവചനങ്ങളെ ഗുരുദേവൻ അവതരിപ്പിക്കുകയാണ്. ഇനി ആ ധർമ്മമാർഗത്തെ അനുഷ്ഠിക്കുന്നില്ലെങ്കിൽ എന്താണ് ആപത്ത് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. ശ്ലോകം 28 ആ ധർമ്മമാർഗത്തെ അനുസന്ധാനം ചെയ്യേണ്ടുന്നതിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാണിക്കുകയാണ്. ശ്ലോകം 29. ശ്ലോകം 28 അപകർഷകരം കിഞ്ചിത് അസമഞ്ജസവർമ്മകം പുണ്യക്ഷയവിദായിത്വാദ് ആചരേത് ന കദാചന. അപകർഷകരം കിഞ്ചിദസമഞ്ജസവർമ്മകം പുണ്യക്ഷയവിദായിത്വാദാചരേന്ന കദാചന. അപകർഷകരം കിഞ്ചിത് അസമഞ്ജസവർമ്മകം, സമഞ്ജസം എന്നല്ല, അസമഞ്ജസവർമ്മകം. പുണ്യക്ഷയവിദായിത്വാദ് ആചരേത് ന കദാചന. ഇങ്ങനെയാണ് നമ്മൾ പദം തിരിച്ചെഴുതുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അതിന്റെ അന്വയാർത്ഥം നോക്കൂ. കിഞ്ചിത് കദാചന ന ആചരേത്. കിഞ്ചിത്ത് എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ, അല്പം പോലും,
ഒന്നും തന്നെ കഥാചന ഒരിക്കലും ആചരരുത്, പ്രവർത്തിക്കരുത്, ആചരിക്കാൻ പാടില്ല. ഒരിക്കലും ഒരു നിലയ്ക്കും ഈ കാര്യങ്ങൾ ആചരിക്കാൻ പാടില്ല. ഏത് കാര്യങ്ങള്? മുമ്പിൽ പറയുന്നു രണ്ട് കാര്യങ്ങൾ. ഈ രണ്ട് കാര്യങ്ങളെ ഒരിക്കലും നമ്മൾ ആചരിക്കരുത്. ഒന്നാമത്തെ കാര്യമാണ് അപകർഷകരം. രണ്ടാമത്തെ കാര്യമാണ് അസമഞ്ജസ വർത്തമകം. ഈ രണ്ട് കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഒരു കാലത്തും ഒരു നിലയ്ക്കും ഒരു സമയത്തും ഒരിക്കൽ പോലും ആചരിക്കരുത്. എന്തുകൊണ്ടാണ് ഇവയെ ആചരിക്കരുത് എന്ന് പറയുന്നത്? മുന്നോട്ട് പറയുന്നു, പുണ്യക്ഷയ വിധായിത്വാത്. അതാണ് ഹേതു. നമ്മുടെ ഉള്ളിൽ സഞ്ചയിക്കപ്പെട്ട പുണ്യം, ആ പുണ്യം നശിക്കുന്നതിനാല് അപകർഷകരമായ കാര്യങ്ങള്, അസമഞ്ജസമായ മാർഗത്തിലൂടെയുള്ള യാത്ര, ഇതിനെ രണ്ടിനെയും പരിപൂർണമായിട്ടും ഒഴിവാക്കണം എന്നൊരു മുന്നറിയിപ്പാണ് ഗുരുദേവൻ തരുന്നത്. അപ്പൊ അസമഞ്ജസ വർത്തമകം എന്ന് പറഞ്ഞാൽ എന്താണ്? സമഞ്ജസം എന്ന് പറഞ്ഞാൽ നല്ലത്. സംസ്കൃതത്തിൽ സമഞ്ജസം എന്ന് പറഞ്ഞാൽ നല്ലത് എന്നാണ് അർത്ഥം. നല്ലത്, നല്ല വഴി, ഉചിതമായത്, യോഗ്യതയുള്ളത് എന്നെല്ലാം അർത്ഥമുണ്ട്. അതിൻ്റെ കൂടെ ആ എന്ന് ചേർത്താൽ നിഷേധാർത്ഥം വരും. അപ്പൊ അസമഞ്ജസം എന്ന് പറഞ്ഞാൽ യോഗ്യതയില്ലാത്തത് എന്നർത്ഥം. അതിനോട് ചേർന്നൊരു വാക്ക് നോക്കൂ, വർത്തമ എന്ന് കണ്ടു. വർത്തമ, വർത്തമൻ എന്നൊരു വാക്കുണ്ട് സംസ്കൃതത്തിൽ, വർത്തമൻ. ആ വർത്തമന്റെ പ്രഥമ ഏകവചനമാണ് വർത്തമ. വർത്തമ എന്ന് പറഞ്ഞാൽ വഴി എന്നാണ് അർത്ഥം, മാർഗം, വഴി. അവസാനം നോക്കൂ, ഗം എന്ന് കണ്ടു. ഗം എന്ന് പറഞ്ഞാൽ ഗം ഗച്ഛതി, പോകുക. അപ്പൊ അസമഞ്ജസ വർത്തമകം എന്ന് പറഞ്ഞാൽ എന്താണ്? യോഗ്യതയില്ലാത്ത, മോശമായ, നല്ലതല്ലാത്ത വഴിയിലൂടെ പോകുക. അഥവാ നല്ലതല്ലാത്ത വഴിയെ പോകുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതായ ഘടകങ്ങൾ, അഥവാ നല്ലതല്ലാത്ത വഴിയിലേക്ക് നമ്മെ കാണിക്കുന്നത്, ഇതാണ് അസമഞ്ജസ വർത്തമകം. അതിനെ പരിപൂർണമായിട്ടും ഒഴിവാക്കണം. ഒരു കാലത്തും അതിനെ ആചരിക്കരുത് എന്ന് പറയുന്നു. ഇനി അടുത്ത കാര്യം നോക്കൂ, അപകർഷകരം. അപകർഷകരം എന്ന വാക്കിന്റെ അടുത്ത് നമ്മുടെ മലയാളത്തിലൊക്കെ അപകർഷതാ ബോധം എന്നുള്ള വാക്ക് നമ്മൾ കേൾക്കാം. അപകർഷതി എന്നാണ് അർത്ഥം. കൃഷ് എന്ന് പറഞ്ഞാൽ താഴത്തേക്ക്, അല്ലെ കൃഷി എന്ന് പറഞ്ഞാൽ വലിക്കുക, ആകർഷിക്കുക. കർഷ് എന്ന വാക്കിന്റെ കൂടെ ഒരു ഉപസർഗം ചേർത്ത് കഴിഞ്ഞാൽ ആകർഷണം എന്ന് കിട്ടി. അപ്പൊ ആകർഷണം മീൻസ് വലിക്കുക, നമ്മളിലേക്ക് ചേർത്ത് വലിക്കുക. അപ്പൊ അപകർഷം എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് വലിക്കുക. ഉത്കർഷം എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് വലിക്കുക. അപ്പൊ താഴത്തേക്ക് നമ്മെ വലിക്കുന്ന ഒന്നിനെയും ആചരിക്കരുത്. അപ്പൊ താഴത്തേക്ക് വലിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് അർത്ഥമാക്കണം? നമ്മൾ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്ന ആളെ കാല് പിടിച്ച് താഴത്തേക്ക് വലിക്കലാണോ? താഴത്തേക്ക് വലിക്കുക എന്ന് പറയുമ്പോൾ നാം ഇപ്പോൾ ഏത് പദവിയിൽ ഇരിക്കുന്നുവോ, നമ്മുടെ പദവി എന്താണോ, ആ പദവിയിൽ നിന്ന് ഒരിക്കലും താഴേക്ക് വലിക്കപ്പെടരുത്. അല്ലാതെ വേറെ അർത്ഥം അതിനില്ല. നമ്മുടെ പദവി എന്താണ്? നമുക്ക് ഒരുപാട് പദവിയുണ്ട്. നമുക്ക് ഒരു പദവി എന്താണ്? ഒരു പദവിയാണ് മനുഷ്യൻ. മനുഷ്യൻ എന്നുള്ളതും ഒരു പദവിയാണ്. നാം ഏതൊരു പദവിയെയും നേടിയെടുക്കണമെങ്കിൽ ഒരു പ്രയത്നം അതിലുണ്ട്. അതേപോലെ ജന്മജന്മാന്തരത്തെ നമ്മുടെ സംസ്കാരത്തിന്റെ പുണ്യത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് മനുഷ്യന്റെ ഒരു രൂപവും ഭാവവും ശരീരവും എല്ലാം ലഭിച്ചിരിക്കുന്നത്. നമുക്ക് എന്തുകൊണ്ട് വേറൊരു ജീവജാലം, ഒരു ജീവിയായി കൂടാ? അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്ന ആ ശരീരത്തെ പ്രാപിക്കുവാനുള്ള യോഗ്യത നമുക്കുണ്ട്. അതുകൊണ്ട് നാം നേടിയെടുത്ത പദവിയാണ് മനുഷ്യൻ. ഈ പദവിയിൽ നിന്ന് നമ്മെ താഴേക്ക് വലിക്കുന്ന ഘടകം എന്താണ്? അപകർഷണം ചെയ്യുന്ന ഘടകം എന്താണ്? അല്ലെങ്കിൽ ഈ പദവിയിൽ നിന്ന് നാം താഴേക്ക് എങ്ങനെയാണ് പതിക്കുന്നത്, വലിക്കപ്പെടുന്നത്? ഇപ്പൊ മനുഷ്യൻ എന്ന് പറയുന്ന ആ പദവിയുടെ അർത്ഥം എന്താണ്? കഴിഞ്ഞ നമ്മൾ നേരത്തെ ഇന്നലെ പഠിച്ച ശ്ലോകത്തിൽ മനസ്സിലാക്കി. ചരാണാം മാനവാഹ ശ്രേഷ്ഠാ ഭവന്തി. ചരാണാം എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളില് മനുഷ്യരാണ് ശ്രേഷ്ഠരായിരിക്കുന്നത്. എന്തുകൊണ്ട്? വിശേഷജ്ഞാന യോഗത, വിശേഷജ്ഞാനമുള്ളതുകൊണ്ട്. വിശേഷജ്ഞാനം എന്താണ്? ഇപ്പോൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, കാര്യകാരണ അനുസന്ധാനം, വിവേകശക്തി. അപ്പൊ ഈ വിശേഷജ്ഞാനം നഷ്ടപ്പെട്ടാൽ നാം മനുഷ്യൻ എന്ന പദവിയിൽ നിന്ന് താഴേക്ക് പതിക്കും.
നമുക്ക് മനുഷ്യൻ എന്ന രൂപവും ഭാവവും നമുക്കുണ്ടാകും. പക്ഷെ ആ വിശേഷ ജ്ഞാനമാകുന്ന മനുഷ്യൻ എന്ന പദവിയിൽ നിന്ന് നമ്മൾ താഴേക്ക് പതിക്കും. മനുഷ്യൻ ഉൾപ്പെടെ ഈ ലോകത്തെ മുഴുവൻ ജീവജാലങ്ങളും പൊതുവെ നമ്മൾ എന്താണ് പറയുക, ജന്തുക്കൾ എന്ന് പറയുന്നു. ജന്തുക്കൾ, ജനിച്ചതെല്ലാം ജന്തുക്കൾ. മനുഷ്യൻ ജന്തുവിൽ നിന്ന് വിഭിന്നനല്ല. മനുഷ്യനും ഒരു ജന്തുവാണ്, ഒരു ജീവിയാണ്. ഈ പോടാ ജന്തു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ വിഷമിക്കേണ്ട, കാരണം നമ്മളും ഒരു ജന്തുവാണ്. പക്ഷെ നമ്മളെ മനുഷ്യനാക്കി നിലനിർത്തിയത്, ആ പദവിയിൽ നമ്മെ നിലനിർത്തിയത് വിശേഷ ജ്ഞാനമാണ്, വിശേഷ ബുദ്ധിയാണ്. ആ വിശേഷ ബുദ്ധിയാകുന്ന ധർമ്മബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മനുഷ്യൻ എന്ന പദവിയിൽ നിന്ന് നാം അപകർഷണം ചെയ്യും, താഴേക്ക് പതിക്കും. ധർമ്മേണ ഹീന പശുഭി സമാന എന്ന് പറഞ്ഞിരിക്കുന്നു. ധർമ്മത്താൽ ഹീനനായി കഴിഞ്ഞാൽ മനുഷ്യൻ എന്ന പദവി നഷ്ടപ്പെട്ട് മൃഗത്തിന്റെ പദവിയിലേക്ക് എത്തും. ഇനി നോക്കൂ, ഇപ്പൊ മനുഷ്യൻ എന്നത് നമ്മുടെ ഒരു പദവിയാണ്. സന്യാസി, ആ സന്യാസി എന്നുള്ളത് ഒരു പദവിയാണ്. ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ആ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചില ആളുകളെ സന്യാസിമാർ എന്നറിയപ്പെടും. അപ്പൊ ആ സന്യാസി എന്ന പദവിയെ നിലനിർത്തുന്ന കർമ്മങ്ങളാണ് നാം ചെയ്യേണ്ടത്. നമ്മളിങ്ങനെ റോട്ടിലൂടെ നടക്കുന്നു, കാഷായ വസ്ത്രം ധരിച്ചിരിക്കുന്നു, കാണുന്ന കടയിലൊക്കെ കയറി മദ്യം കുടിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു, മാംസഭക്ഷണം കഴിക്കുന്നു, തോന്നിയതുപോലെ നടക്കുന്നു, ഒരു ബൈക്കില് വേറെ ആരെങ്കിലും പുറകിൽ ഇരുത്തി നമ്മൾ ചുറ്റി സഞ്ചരിക്കുന്നു, സിനിമാ തിയേറ്ററിൽ പോകുന്നു. ഇത് മനുഷ്യരൊക്കെ പോവാറുണ്ട്. മനുഷ്യരിങ്ങനെ പോകുന്നതുകൊണ്ട് അവന്റെ മനുഷ്യൻ എന്ന പദവി നഷ്ടപ്പെടുന്നില്ല. പക്ഷേ സന്യാസ വേഷധാരിയായ ഒരു വ്യക്തി ഇவ்விധം ആചരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സന്യാസം എന്ന് പറയുന്ന ആ പദവിയിൽ നിന്ന് അദ്ദേഹം അപകർഷണം ചെയ്യപ്പെടുകയാണ്. അദ്ദേഹം ആ പദവി നഷ്ടപ്പെടുകയാണ്. ഇനി ഒരു ഭാര്യ, ഭാര്യ എന്നുള്ളത് പദവിയാണ്. ആ പദവി നഷ്ടപ്പെടുവാൻ കാരണമായ കർമ്മങ്ങൾ നാം ആചരിക്കുമ്പോൾ ഭാര്യ എന്ന് പറയുന്ന ആ പദവിയിൽ നിന്ന് നാം അപകർഷണം ചെയ്യപ്പെടുന്നു, താഴേക്ക് വലിക്കുന്നു. ഭർത്താവ് എന്ന പദവി, വിദ്യാർത്ഥി എന്ന പദവി എങ്ങനെ ആചരിക്കണമെന്ന് ഗുരുദേവൻ ഇതേ ഗ്രന്ഥത്തിൽ ബ്രഹ്മചര്യ ആശ്രമത്തിൽ പറയുന്ന വേളയിൽ പറയുന്നുണ്ട്, ഒരു വിദ്യാർത്ഥിയുടെ ധർമ്മങ്ങൾ. അപ്പൊ ആ പദവിയിൽ നിന്ന് നമുക്ക് താഴേക്ക് പതിക്കാം. ഒരു അധ്യാപകൻ, ഒരു തൊഴിലാളി, ഇതെല്ലാം നമ്മിൽ കൽപ്പിക്കപ്പെട്ട പദവികളാണ്. അപ്പൊ ഈ പദവികളിൽ നിന്ന് താഴോട്ട് പതിക്കുക എന്നുള്ളതിനെയാണ് അപകർഷകരം എന്ന വാക്കിലൂടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അസമഞ്ജസവത്മകം എന്ന് പറഞ്ഞാൽ സാമാന്യമായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ശ്രേഷ്ഠമായ അവസ്ഥയിൽ നിന്ന് നമ്മെ താഴോട്ട് പതിപ്പിക്കുന്ന ഒരു മാർഗത്തിലേക്ക് പോകരുത്. അപകർഷകരവും അതേ അർത്ഥം തന്നെയാണ്. അപ്പൊ അങ്ങനെ പോകരുത്, ഇவ்விധമുള്ള മാർഗങ്ങളിലൂടെ പോകരുത് എന്ന് പറയാൻ കാരണം എന്താണ്? അതിന്റെ ഹേതുവാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്, പുണ്യക്ഷയ വിദായിത്വാത്. പുണ്യത്തിന് ക്ഷയം സംഭവിക്കുന്നു. ആ പുണ്യത്തിന് ക്ഷയം സംഭവിക്കുന്നത് കൊണ്ടാണ് അപകർഷകരവും അസമഞ്ജസവുമായ പ്രവൃത്തികളെ ഒരിക്കലും ആചരിക്കരുത് എന്ന് പറയുന്നത്. അപ്പൊ പുണ്യം എന്താണ്? പുണ്യം എന്ന് പറഞ്ഞാൽ പൂയതേ അനേന ഇതി പുണ്യം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പൂങ്ങ് എന്നുള്ള ധാതുണ്ട് സംസ്കൃതത്തിൽ. അതിനും കൂടെ എന്നുള്ളൊരു പ്രത്യേകം ചേരുവ പുണ്യം എന്ന വാക്ക് കിട്ടി. പൂയതേ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കുക. നമ്മെ ശുദ്ധീകരിക്കുന്ന ഘടകം ഏതോ അതാണ് പുണ്യം. അപ്പൊ നോക്കൂ, വിചാരം ചെയ്യൂ, നമ്മൾ എല്ലാവരും തന്നെ ഈ ലോകത്ത് ഇടപെടുന്നത്, അല്ലെങ്കിൽ നാം ഒന്നിനെ സ്വീകരിക്കുന്നത് അതിനെ ശുദ്ധീകരിച്ചിട്ടാണ്. ഒരു ഭക്ഷണം നാം കഴിക്കുന്നു, ആ ഭക്ഷണം നാം എത്രമാത്രം ശുദ്ധീകരിക്കുന്നു? ആ ഭക്ഷണത്തിന്റെ ശുദ്ധിയെ കുറിച്ച് നമുക്ക് എത്രമാത്രം വ്യാകുലത ഉണ്ടാകും? നമ്മൾ ഏതെങ്കിലും ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി എന്തെങ്കിലും ചെറിയ ഒരു അശുദ്ധി കണ്ടാൽ നാം എത്രമാത്രം പ്രകോപിതനാകുന്നു, എത്രമാത്രം പ്രതികരണ ശേഷി നമ്മളിൽ വരുന്നു. നാം കുടിക്കുന്ന ജലം, കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ വീട്, താമസ സ്ഥലം, ഓഫീസ്, എല്ലാം തന്നെ ഏറ്റവും ശുദ്ധമാകാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ധരിക്കുന്ന ആഭരണങ്ങൾ, അത് സ്വർണത്തെ സ്ഫുടം ചെയ്ത് ശുദ്ധീകരിച്ചിട്ടാണ് ആ ആഭരണങ്ങൾ
നാം ധരിക്കുന്നത്. ഈ ലോകത്തെ എല്ലാം തന്നെ സംസ്കൃതമാക്കിയതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത്. സംസ്കൃതം എന്ന് പറഞ്ഞാൽ അതിനെ സംസ്കരിക്കുക, അല്ലാതെ നേരിട്ട് ആ പദാർത്ഥം എടുത്ത് അങ്ങനെ ഉപയോഗിക്കുന്നതല്ല. അതിനെ സംസ്കരിച്ച് സ്ഫുടം ചെയ്ത് ശുദ്ധമാക്കിയതിന് ശേഷമാണ് ധരിക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ ഉപയോഗിക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളിലും വലിയ ശുദ്ധത വേണമെന്ന് നിഷ്കർഷിക്കുന്ന നമ്മൾ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാൻ എത്രത്തോളം പ്രയത്നിക്കുന്നു എന്നുള്ളത് ചിന്തിച്ചു നോക്കൂ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ അപകർഷകരവും അസമഞ്ജസവുമായ മാർഗത്തിലൂടെ പോയി നമ്മളിൽ കൽപ്പിക്കപ്പെട്ട ഉയർന്ന പദവികളെ നഷ്ടപ്പെടുത്തുവാൻ മനുഷ്യനെ ഇടയാക്കുന്നത് മനസ്സിന്റെ ദുർബലതയാണ്. മനസ്സിന് കരുത്തുണ്ടെങ്കിൽ, മനസ്സിന് ശക്തി ഉണ്ടെങ്കിൽ, മനസ്സ് ശുദ്ധീകരിച്ച് സ്ഫുടം ചെയ്ത് അതിനെ കരുത്ത് ഉറ്റതാക്കി കഴിഞ്ഞാൽ ഒരു തരത്തിലും നമ്മൾ അസമഞ്ജസമായ അപകർഷകരമായ വഴിയിലേക്ക് പോകില്ല. നമ്മൾ ചിന്തിക്കൂ, സ്വയം വിചാരം ചെയ്യും. ഈ പറഞ്ഞ വഴികളിലൂടെ നാം പോകുന്നുണ്ടെങ്കിൽ അത് മനസ്സിന്റെ ദുർബലത ഒന്ന് മാത്രമാണ് ഹേതു, വേറെ ഒന്നുമല്ല. നമുക്ക് ആ വഴിയിലേക്ക് പോകാതെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ, മനോബുദ്ധികളെ തടഞ്ഞു നിർത്താൻ ആവശ്യമായ ബലം, കരുത്ത് ലഭിക്കുന്നില്ല. അപ്പൊ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന, മനസ്സിന് കരുത്ത് പകരുന്നതിനെയാണ് പുണ്യം എന്ന് പറയുന്നത്. ആ പുണ്യം നമ്മളിൽ നിലനിൽക്കുമ്പോഴാണ് നമുക്ക് കരുത്തുണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നടന്നു പോകുന്നു, റോഡ് സൈഡിൽ പല പല കാഴ്ചകളും കാണുന്നു. ഇപ്പോൾ നമ്മുടെ പദവി ഏതാണോ ആ പദവിയെ തകർക്കുന്ന, ആ പദവിയെ ഇല്ലാതാക്കുന്ന സ്ഥലത്തേക്ക് മനസ്സിങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നു. നമുക്ക് ആഗ്രഹമുണ്ട് അങ്ങോട്ട് പോകരുത്. അയ്യോ, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന പോസ്റ്റിന് ഇളക്കം തട്ടുമല്ലോ, ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന പോസ്റ്റിന് ചേരാത്ത പ്രവൃത്തിയാണല്ലോ. പക്ഷെ അങ്ങോട്ടേക്ക് പോകുന്നു, അങ്ങോട്ടേക്ക് നമ്മളിങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നു. അങ്ങോട്ട് പോകാതെ ഉറച്ചു നിന്ന് വീണ്ടും മുന്നോട്ട് തന്നെ പോകാനുള്ള കരുത്ത്, ആത്മബലം നമ്മുടെ മനസ്സിനില്ല. മനസ്സിന് ആത്മബലം ഉണ്ടാകണമെങ്കിൽ പുണ്യം നിറഞ്ഞിരിക്കണം. അങ്ങനെ പുണ്യമാണ് മനസ്സിന്റെ മാലിന്യങ്ങളെ കഴുകി ശുദ്ധമാക്കുന്നത്. പൂയതേ ഇതി പുണ്യ, ശുദ്ധമാക്കുന്നത് എന്തോ അത് പുണ്യം. അപ്പൊ ആ പുണ്യസഞ്ചയം കുറവ് വന്നാൽ, മനസ്സിൽ നിലവിലുണ്ടായിരിക്കുന്ന ആ പുണ്യസഞ്ചയത്തിന് കുറവ് വന്നു കഴിഞ്ഞാൽ എന്തു സംഭവിക്കും? അപകർഷകരവും അസമഞ്ജസവുമായ മാർഗത്തിലൂടെ നാം സഞ്ചരിക്കും, അധാർമികമായ പ്രവൃത്തികളെ ആചരിക്കും. അതുകൊണ്ട് പുണ്യത്തെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ ജീവിതത്തെ നിലനിർത്തുന്നത്, നമ്മുടെ ജീവിതത്തെ സുഖകരമാക്കി തീർക്കുന്നത് നാം മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ചെയ്ത സത്കർമ്മങ്ങളാണ്. ഈ സത്കർമ്മങ്ങളാണ് പുണ്യം എന്ന രൂപത്തിൽ മനസ്സിൽ സഞ്ചയിച്ചിട്ടുള്ളത്. ഈ പുണ്യമാണ് നമ്മുടെ കരുത്ത്, ബലം. അത് നഷ്ടപ്പെടുന്നതിനാൽ, അതിന് ക്ഷയം സംഭവിക്കുന്നതിനാൽ, നമുക്ക് ആ വാക്ക് നോക്ക്, പുണ്യക്ഷയ വിദായിത്വാത്. അതിന് ക്ഷയം സംഭവിക്കുന്നതിനാൽ ഒരിക്കലും തന്നെ ഏതു വഴിയെ പോകരുത്? ഈ പറഞ്ഞ വഴിയിലൂടെ കിഞ്ചിത് കഥാചന. 2 തവണ ഗുരുദേവൻ മുന്നറിയിപ്പ് നൽകി. വേണമെങ്കിൽ കിഞ്ചിത്ത് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷെ വീണ്ടും പറഞ്ഞു കിഞ്ചിത്ത്, അല്പം പോലും, കഥാചന ഒരിക്കൽ പോലും ആചരരുത്, പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് അധാർമികമായ മാർഗത്തിലേക്ക് പോകാനുള്ള നമ്മുടെ ഇച്ഛകളെ തടയിടുവാൻ വേണ്ടി സ്വാമി തിരുപ്പാദങ്ങൾ മുന്നറിയിപ്പ് നൽകിയാണ്. ഇനി അടുത്ത ശ്ലോകം ഈ മഹനീയമായ ധർമ്മമാർഗത്തെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ അനുഷ്ഠിക്കേണ്ടതിന്റെ പ്രാധാന്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. അനുഷ്ഠാനത്തെ കുറിച്ച് പറയുന്നില്ല, പക്ഷെ അനുഷ്ഠിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്താണെന്ന് ചിന്തിക്കുകയാണ് ശ്ലോകം 29. ഇപ്പൊ ശ്ലോകം 29 നോക്കൂ. പരോപകാര നിരതൈ യുഷ്മാഭിഃ സർവധാനക അഭിഷ്യമനുസന്ധേയോ ധർമ്മഃ സർവാർത്ഥ സാധകഃ. പരോപകാര നിരതൈഃ യുഷ്മാഭിഃ സർവദ അനഘ. എങ്ങനെയാണ് ആദ്യ വരി പിരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്? അവിശ്യം അനുസന്ധേയോ ധർമ്മഃ സർവാർത്ഥ സാധകഃ. ഇതിൽ പറയാണ് ധർമ്മഃ സർവദാ അവിശ്യം അനുസന്ധേയ. നേരത്തെ പറഞ്ഞതിന് വിപരീതമായ കാര്യമാണ്. നേരത്തെ എന്ത് പറഞ്ഞു? കഥാചന ആചരരുത്, ഒരിക്കലും ആചരിക്കരുത് എന്ന് പറഞ്ഞു.
ഇവിടെ എന്ത് പറയുന്നു? സർവ്വത അനുസന്ധേയ, എല്ലായ്പ്പോഴും അനുസന്ധാനം ചെയ്യണം, എല്ലായ്പ്പോഴും ആചരണം ചെയ്യണം. എന്തിനെയാണ് ആചരണം ചെയ്യേണ്ടത്? ധർമ്മ, ധർമ്മത്തെ ആചരിക്കണം. ധർമ്മത്തെ എപ്രകാരം അനുഷ്ഠിക്കണം, ആചരിക്കണം എന്ന് ഈ ശ്ലോകത്തിൽ പറഞ്ഞില്ല. അത് മുന്നോട്ട് സാമാന്യ, അതായത് നമ്മുടെ അനുഷ്ഠാന പഞ്ചകങ്ങളിലും മറ്റും മുന്നോട്ട് ഗുരുദേവൻ പറയുന്നുണ്ട്. ഇവിടെ എത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? ധർമ്മത്തെ സർവ്വത ആചരിക്കണം, അനുസന്ധാനം ചെയ്യണം. ആ ധർമ്മത്തിന് രണ്ട് വിശേഷണങ്ങൾ കൊടുത്തു. എന്താണ് വിശേഷണങ്ങൾ? ഒന്നാമത്തെ വിശേഷണമാണ് അനഘ. അനഘ, അകമെന്ന് പറഞ്ഞാൽ പാപം, അനഘ എന്ന് പറഞ്ഞാൽ പാപമില്ലാത്തത്. അനഘ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പെൺകുട്ടികൾക്ക് പേരുണ്ട്. അനഘ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം, പാപമില്ലാത്തത്. അപ്പൊ ഒരു വിശേഷണം, ധർമ്മത്തിന് ഒരു വിശേഷണമാണ് അനഘ. രണ്ടാമത്തെ വിശേഷണമാണ് എന്ത്? സർവാർത്ഥ സാധക. എല്ലാ കാര്യങ്ങളെയും, അർത്ഥം എന്ന് പറഞ്ഞാൽ വിഷയങ്ങൾ, കാര്യങ്ങൾ എല്ലാം, എല്ലാ കാര്യങ്ങളെയും നമുക്ക് നേടിത്തരുന്നത്. പാപമില്ലാത്തത്, എല്ലാ കാര്യങ്ങളെയും നമുക്ക് നേടിത്തരുന്നത്. ഇതാണ് ധർമ്മം. ഈ ധർമ്മത്തെ സർവദാ അവശ്യമനുസന്ധേയം, ഈ ധർമ്മത്തെ എല്ലായ്പ്പോഴും നിശ്ചയമായിട്ടും അനുസന്ധാനം ചെയ്യണം, അനുഷ്ഠിക്കണം. ആരാണ് അനുഷ്ഠിക്കേണ്ടത്? യുഷ്മാഭിഹി, നിങ്ങളാൽ അനുഷ്ഠിക്കപ്പെടണം, വേറെ ആരെങ്കിലുമല്ല, നമ്മളാൽ അനുഷ്ഠിക്കപ്പെടണം. അപ്പൊ നമുക്ക് ഒരു വിശേഷണം നൽകിയിട്ടുണ്ട് ഗുരുദേവൻ. എന്താണ് ആ വിശേഷണം? പരോപകാര നിരതൈഹി യുഷ്മാഭിഹി, പരോപകാര തത്പരരായ നിങ്ങളാൽ പാപരഹിതവും എല്ലാ കാര്യങ്ങളെയും നേടിത്തരുന്നതുമായ ഈ ധർമ്മത്തെ എല്ലായ്പ്പോഴും അവശ്യം അനുസന്ധാനം ചെയ്യണം, അനുഷ്ഠിക്കണമെന്ന് പറയുകയാണ്. അപ്പൊ ഇതിലൂടെ ഭംഗ്യന്തരേണ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ധർമ്മത്തെ അനുഷ്ഠിക്കാൻ ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ ഉള്ളിൽ എന്താണ് വേണ്ടത്? പരോപകാര തത്പരത വേണം. കേവലം സ്വാർത്ഥപരമായി ജീവിക്കുന്ന ഒരു വ്യക്തി, കേവലം തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന വ്യക്തിക്ക് ധർമ്മ അനുഷ്ഠാനത്തിലൂടെ അധികം മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമുക്ക് ഒരു കുടുംബത്തെ പോലും ഭംഗിയായിട്ട് നടത്തണമെങ്കിൽ നമ്മുടെ സ്വാർത്ഥത ഒരുപാട് ഒഴിവാക്കണ്ടേ? തീർത്തും വ്യക്തിഗതമായ സ്വാർത്ഥത ഉള്ളൊരു വ്യക്തിക്ക് എങ്ങനെയാണ് മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, അച്ഛന് വേണ്ടി ജീവിക്കാൻ സാധിക്കുന്നത്? ഒരു കുടുംബത്തിന് വേണ്ടി ജീവിക്കാൻ, ഒരു കുടുംബത്തിന് വേണ്ടി ജീവിക്കാൻ പോലും നമുക്ക് എന്ത് വേണം? നമുക്ക് സ്വാർത്ഥത വിടിഞ്ഞ് പരോപകാര തത്പരരായി തീരണം. ആ പരോപകാര തത്പരത നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ, ദീനാവന പരായണ എന്ന് പറയുന്നുണ്ട് സ്വാമി തിരുപ്പാദങ്ങൾ. ദീനന്മാരുടെ ആർത്തനാദം കേട്ട് അവരെ രക്ഷപ്പെടുത്തുവാൻ ഉള്ള കർമ്മങ്ങളിൽ പരായണന്മാരായിരിക്കുന്നവർ. ഇപ്പൊ നമ്മുടെ ഉള്ളിൽ, ഇപ്പൊ നമ്മൾ മനുഷ്യനൊരു സമൂഹ ജീവിയാണ്. ആ മനുഷ്യന്റെ മുന്നോട്ടുള്ള ജീവിതം എല്ലാം പരസ്പരം കൊടുക്കൽ വാങ്ങലിലൂടെയാണ്. ലോകത്തിൽ ആർക്കെങ്കിലും ഞാൻ ആരെയും ആശ്രയിക്കില്ല, എനിക്ക് ഒരാളുടെയും സഹായം വേണ്ട എന്ന് പറഞ്ഞ് സ്വതന്ത്രമായിട്ടിരിക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. നാം ധരിക്കുന്ന വസ്ത്രം, നാം കഴിക്കുന്ന ഭക്ഷണം, നാം ശ്വസിക്കുന്ന വായു, ഇതെല്ലാം മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുകയാണ്. ഞാൻ ഓക്സിജനെ ആശ്രയിക്കുകയില്ല, ഞാൻ സ്വന്തമായിട്ട് ജീവിച്ചോളാം എന്ന് ഏതെങ്കിലും മനുഷ്യന് പറയാൻ സാധിക്കും? അപ്പൊ നമ്മളെല്ലാം പരസ്പരം കൊടുക്കൽ വാങ്ങലിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. പരസ്പരം ഭാവയന്ത ശ്രേയപരമ വാപ്സ്യത എന്ന് പറയുന്നു. പരസ്പരമുള്ള ഈ സഹകരണം, കൊടുക്കൽ വാങ്ങൽ, ആ കൊടുക്കൽ വാങ്ങൽ ഇല്ലാതെ ഒരു മനുഷ്യ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പൊ മറ്റുള്ളവരിൽ നിന്ന് നാം സ്വീകരിക്കുന്നത് കൊണ്ട് നമ്മുടെ അനിവാര്യമായ കർത്തവ്യമാണ് എന്തെങ്കിലും മറ്റുള്ളവർക്കും ഈ പ്രപഞ്ചത്തിനും പകർന്നു നൽകുക എന്നുള്ളത്. അങ്ങനെ പകർന്നു നൽകുവാനുള്ള ത്വര മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ധർമ്മമാർഗത്തെ അനുഷ്ഠിക്കാൻ സാധിക്കൂ. നോക്കൂ, നാം ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു എന്ന് കരുതുക. ഒരു വ്യക്തിയെ നാം സ്നേഹിക്കുന്നു. വാസ്തവത്തിൽ ആ സ്നേഹം എത്തിച്ചേരുന്നത് എവിടേക്കാണ്? ആ വ്യക്തിയിലേക്കാണ്. ആ വ്യക്തിയിലേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ സ്നേഹം ആത്യന്തികമായിട്ട് എത്തിച്ചേരുന്നത് പ്രാപഞ്ചികമായൊരു നിയമമുണ്ട്. ആ നിയമത്തിലേക്കാണ്, യൂണിവേഴ്സൽ ലോയിലേക്കാണ്. അതുകൊണ്ട് നാം ഒരു വ്യക്തിയെ തീവ്രമായി നിഷ്കളങ്കമായി സ്നേഹിക്കുക. ആ വ്യക്തി അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാലും നാം കൊടുത്ത സ്നേഹം ഒരിക്കലും നഷ്ടപ്പെടില്ല. കാരണം ആ സ്നേഹം എത്തിയത് വാസ്തവത്തിൽ ആ വ്യക്തിയിലേക്കല്ല,
മറിച്ച് ആ പ്രാപഞ്ചികമായ നിയമക്രമമുണ്ട്. ആ നിയമക്രമത്തിലേക്കാണ് നമ്മുടെ മനസ്സിൽ നിന്ന് ഉത്പന്നമായ സ്നേഹം എത്തിയത്. അപ്പൊ എന്ത് സംഭവിക്കും? ആ വ്യക്തി മാറിക്കഴിഞ്ഞാലും മറ്റേതെങ്കിലും വ്യക്തിയിലൂടെ, മറ്റേതെങ്കിലും സാഹചര്യത്തിലൂടെ നാം കൊടുത്ത സ്നേഹം 10,000 മടങ്ങായിട്ട് ആ യൂണിവേഴ്സൽ ലോ തന്നെ, പ്രാപഞ്ചിക നിയമം തന്നെ നമുക്ക് തിരിച്ചു തരും. നമ്മൾ വരുന്നു, അയ്യോ ഞാൻ ഇത്രയും ആ വ്യക്തിയെ സ്നേഹിച്ചല്ലോ, ഞാൻ ഇത്രയും ആ വ്യക്തിയോട് എന്താ പറയാ വളരെ സ്നേഹത്തോടു കൂടി, ആദരോടുകൂടി ഞാൻ ഇടപെട്ടല്ലോ, എന്നിട്ടും ആ വ്യക്തി എന്നെ മനസ്സിലാക്കില്ല, ആ വ്യക്തി എന്റെ സ്നേഹത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതെ പോയി. അപ്പൊ സ്നേഹത്തിനൊന്നും ഒരു വിലയില്ല, ഇനി ആരെയും സ്നേഹിക്കണ്ട എന്ന് കരുതരുത്. കാരണം നമ്മുടെ ഒരു സ്നേഹം, നമ്മുടെ മനസ്സിൽ നിന്ന് ഉത്പന്നമാകുന്ന ഒരു ഭാവവും ഒരു വ്യക്തിയിലേക്കുമല്ല എത്തിച്ചേരുന്നത്. വ്യക്തികളെല്ലാം ജഡങ്ങളാണ്. ശരീരം, ഈ കാണുന്ന ശരീരം ജഡമാണ്. സ്നേഹം എന്ന് പറയുന്നത് സൂക്ഷ്മമാണ്. സൂക്ഷ്മത ഒരിക്കലും സ്ഥൂലതയെ ആശ്രയിച്ച് നിൽക്കില്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് സ്നേഹം ഉത്പന്നമായെന്ന് ഉറപ്പല്ല. ആ ഉത്പന്നമായ സ്നേഹം എത്തിച്ചേർന്നത് പ്രാപഞ്ചികമായ ഒരു നിയമമുണ്ട്. നമ്മൾ അറിയാത്തൊരു യൂണിവേഴ്സൽ ലോ ഉണ്ട്. ആ യൂണിവേഴ്സൽ നിയമത്തിലേക്കാണ് അത് എത്തിച്ചേർന്നത്. അവിടെ എത്തിച്ചേർന്നു നിശ്ചയമായിട്ട് അതിന്റെ 100 ഇരട്ടി മടങ്ങായിട്ട് ഏതെങ്കിലും വ്യക്തികളിലൂടെ, നമ്മൾ വിചാരിക്കാത്ത വ്യക്തി, വിചാരിക്കാത്ത സാഹചര്യത്തിലൂടെ നമുക്ക് തിരിച്ചു കിട്ടും. നമ്മൾ കരുതും, അയ്യോ ഞാൻ ഇതിന് മാത്രം ഈ വ്യക്തിക്ക് യാതൊരു പരിഗണനയും കൊടുത്തിട്ടില്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് ആ വ്യക്തി എന്നോട് ഇത്രയും സ്നേഹം കാണിക്കുന്നു? കാരണം നമ്മൾ നേരത്തെ ഈ പ്രപഞ്ചത്തിന് ഒരു വിത്ത്, കർമ്മക്ഷേത്രം എന്ന് പറയുന്നു ഈ ഭൂമിയെ, അതിലേക്ക് നാം എന്ത് വിത്താണോ വിതയ്ക്കുന്നത്, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഫീൽഡ്, വയൽ, എന്ത് വിത്താണോ വിധിക്കുന്നത് ആ വിത്ത് 100 ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടും. ഇനി ഇതേപോലത്തെയാണ് നാം ഒരു വ്യക്തിയെ വെറുക്കുന്നു എന്ന് കരുതുക. നമ്മുടെ ധാരണ ആ വ്യക്തി മാറിക്കഴിഞ്ഞാൽ എന്റെ വെറുപ്പും മാറിയാണ്. അങ്ങനെയല്ല. നാം വെറുക്കുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉത്പന്നമാകുന്ന ആ വെറുപ്പ് എന്ന് പറയുന്ന സംസ്കാരം എവിടേക്ക് എത്തിച്ചേരുന്നു? ആ വെറുപ്പ് എന്ന് പറയുന്ന ഘടകം ആ വ്യക്തിയിലേക്കല്ല. നേരത്തെ പറഞ്ഞ പ്രാപഞ്ചികമായ ഒരു നിയമവ്യവസ്ഥിതിയുണ്ട്, അതിലേക്കാണ് ആ വെറുപ്പ് എത്തിച്ചേരുന്നത്. എന്നിട്ടോ ആ നിയമത്തിൽ നിന്ന് നമുക്ക് മറ്റു പല വ്യക്തികളിലൂടെയും മറ്റു പല സാഹചര്യങ്ങളിലൂടെയും 1000 മടങ്ങായിട്ട് വെറുപ്പ് നമ്മളിലേക്ക് തന്നെ വരുന്നു. നമ്മൾ കരുതും, അയ്യോ ഞാൻ ഇവരോടൊന്നും ചെയ്തില്ലല്ലോ, എന്നിട്ട് ഇവർക്ക് എന്താണ് എന്നോട് ഇത്ര ദേഷ്യം? നമ്മുടെ ഉള്ളിൽ നിന്ന് ഉത്പന്നമാകുന്ന ഇമോഷൻസ്, ആ ഇമോഷൻസ് നമ്മളിലേക്ക് തന്നെ തിരിച്ച് ഇരട്ടിയെടുത്തുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാര്യം? അതായത് നാം ഒന്നും പ്രതീക്ഷിക്കാതെ പരോപകാര തത്പരനായി ഇരുന്നു കൊണ്ട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് എത്തിച്ചേരുന്നത് ഈ ലോകത്തിന്റെ മൂലമായിരിക്കുന്ന ഈശ്വരീയ നിയമത്തിലേക്കാണ്. ആ സേവനം ഒരു വ്യക്തിയിലേക്കുമല്ല, ഒരു സമൂഹത്തിലേക്കുമല്ല, സാക്ഷാൽ ഈശ്വരനിലേക്കാണ് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് പ്രപഞ്ചം മുഴുവനും നമുക്ക് അനുകൂലമായിട്ട് തീരും. നമ്മൾ പോലും കരുതാത്ത, നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ നമ്മുടെ എല്ലാ പ്രതിസന്ധികള്, ബുദ്ധിമുട്ടുകള്, ഇവയൊക്കെ മറികടക്കുവാൻ പ്രപഞ്ചം തന്നെ നമ്മെ സഹായിക്കും. പ്രാപഞ്ചിക ഘടകങ്ങൾ തന്നെ നമ്മെ സഹായിക്കും. നമ്മൾ ഒരിക്കൽ പോലും അറിയാത്ത ആളുകൾ വന്ന് നമ്മെ സംരക്ഷിക്കും, രക്ഷിക്കും, മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് പരോപകാര തത്പരത എപ്പോഴും നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കണം. എന്തെങ്കിലും അന്യർക്ക് ഗുണം ചെയ്യുവാൻ വേണ്ടി ആയുസ്സും വപസ്സും തപസ്സും എല്ലാം സർവസ്വം സമർപ്പിക്കാനുള്ള അത്രയും ഉയർന്ന കരുത്ത് നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ കൂടിയും എന്തെങ്കിലും ഒന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യണം എന്നുള്ളൊരു ത്വര. കാരണം ആ ത്വരയാണ് ധർമ്മമാർഗത്തിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അല്ലാതെ സ്വാർത്ഥപരമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്കും ധർമ്മമാർഗത്തിൽ പോകാനുള്ള അധികാരം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഗുരുദേവൻ പറയുന്നത്, പരോപകാര നിരതേഹി യുഷ്മാഭിഹി. പരോപകാര തത്പരരായിരിക്കുന്ന നിങ്ങളാൽ അനഘവും സർവാർത്ഥ സാധകവുമായിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള ധർമാർത്ഥ കാമമോക്ഷങ്ങളെയും നൽകുന്ന ധർമ്മം, ആ ധർമ്മം എല്ലായ്പ്പോഴും അനുഷ്ഠിക്കേണ്ടതാണ്, എല്ലായ്പ്പോഴും അനുസന്ധാനം ചെയ്യേണ്ടതാണ് എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ഈ 2 ശ്ലോകങ്ങളെ നമ്മൾ ചിന്തിച്ചു. ഇനിയാണ് ഗുരുവിന്റെ ആ ദർശനത്തിന്റെ യഥാർത്ഥ പ്രക്രിയയിലേക്ക് വരുന്നത്, ജാതി മത ദൈവ വിചാരം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇന്ന് നമ്മൾ ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. ഓം തത്സത്ത്. ശ്രീനാരായണ ഗുരു അർപ്പണമസ്തു.